ഹലോ ഗീസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ കാണാൻ പോകുന്നത് ജാപ്പനീസ് സീരീസ് ആയ സുക്കിമിച്ചി ഓൺലൈൻ ഫാന്റസി സീസൺ 2 എപ്പിസോഡ് 10 ആണ്. വീഡിയോ ആണെങ്കിൽ മാക്സിമം ലൈക്ക് അടിക്കുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. കൂടുതൽ പറയുന്ന സമയങ്ങളെ നമുക്ക് വീഡിയോ പോവാം. എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ ഹീറോനെ കാണിച്ചുകൊണ്ടാണ്. സ്കൂളിന്റെ പുറകെ ഹ്യൂമറോട് എക്സ്പെരിമെന്റ് ചെയ്ത റൈറ്റ് എന്ന് പറയുന്നവനാണ്. അവനെ പിടിച്ചിട്ടുണ്ട്. എന്നാലും മാസ്റ്റർ ആ റോനെ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന് ഷീക്ക് പറയുന്നു. ഒരു തവണ അവൾ എന്നെ ബാറ്റിൽ ഫീൽഡിൽ പെടുത്തിയിട്ട് അവിടെ രക്ഷപ്പെട്ട് കളഞ്ഞു എന്ന് അവൻ പറയുന്നു. അവളെ ഡ്രസ്സൊക്കെ ഭയങ്കര റിവീലിംഗ് ആയിട്ട് ഇട്ടേക്കുന്നത്. എനിക്ക് അവളെ കാണുന്ന പോലും ഇഷ്ടമല്ല എന്ന് അക്കു പറയുന്നു. ഇപ്പോഴത്തേക്ക് അവളെ കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് അവളുമായിട്ട് ഫ്യൂച്ചർ പ്ലാൻ ഒക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് വരാം എന്ന് ഹീറോ പറയുന്നു. എല്ലാവരും ഹീറോ അടുത്ത് കെയർഫുൾ ആയിട്ടിരിക്കാൻ വേണ്ടി പറയുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോ റെസ്റ്റോറന്റ് വെച്ച് റോണയോട്ട് സംസാരിക്കുന്നതാണ്. എന്തായാലും ഞാൻ ഇവിടെ വന്ന കാര്യം നടന്നു, അതുകൊണ്ട് ഞാൻ കേരന്റെ ബോഡിയിൽ നിന്ന് എന്റെ ബോഡിലോട്ട് മാറാൻ പോവാ എന്ന് അവൾ പറയുന്നു. കേരൻ മരിച്ച കാര്യം സ്റ്റുഡൻസ് ഒന്നും അറിയണ്ട എന്ന് ഹീറോ പറയുന്നു. ശരി, ഞാൻ കുറച്ച് ദൂരത്ത് പോയിട്ട് ഇവിടെ മരിച്ച കാര്യം മാത്രം രജിസ്റ്റർ ചെയ്തേക്കാം എന്ന് റോണ പറയുന്നു. നിന്റെ കൂടെയുള്ള ഫോറസ്റ്റ് ഓറിയ സിനിമ ഷീക്കിനെ നീ ഒരിക്കലും വിശ്വസിക്കരുത്. മാക്സിമം അവരോടുള്ള കണക്ഷൻ നീ നിർത്തുന്ന നല്ലത്. ഡീമൻ ആർമി ഫോറസ്റ്റ് ഓറിയസോട് ജോയിൻ ആവാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ആ മണ്ടന്മാർ എപ്പോഴാണ് നമുക്കിട്ട് പണിയരുതെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് റോണ പറയുന്നു. എന്ത് ഇനി പഴവില്ലെന്നോ? പഴവില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നിങ്ങളോട് വരത്തില്ല എന്നവർ പറയുമെന്ന് ഹീറോ ആലോചിക്കുന്നു. പിന്നെ ആ ഷീക്കി അവനൊരു ഹ്യൂമൻ പോലും അല്ല. അവന്റെ ബോർഡ് ഒരു ലിച്ച് പൊസസ് ചെയ്തേക്കുവാണ്. ആ ലിച്ച് ഞാനും ചില വാറിലൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നോട് ചോദിക്കുവാണെങ്കിൽ അവൻ ഒരിക്കലും വിശ്വസിക്കില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ എന്ന് റോണ പറയുന്നു. റോണിനെ പറ്റി ഇത് തന്നെയല്ലേ അവൻ എന്നോട് പറഞ്ഞേ, രണ്ടുപേരും ഒരേപോലെ തന്നെ എന്ന് ഹീറോ ആലോചിക്കുന്നു. എന്നോട് നീ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നീ ടെലിപ്പതി യൂസ് കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവളുടെ ലെറ്റർ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോ ടോമോയായിട്ട് സംസാരിക്കുന്നതാണ്. ഹീറോ ആ റോണ എന്ന ലെറ്റർ ടോമോനെ കാണിക്കുന്നു. ആ ഗോഡ് സ്പോട്ടസ് റിമൂവ് ചെയ്യുന്ന റിങ്ങിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് അതിനകത്തുണ്ടായിരുന്നത്. യങ് മാസ്റ്റർ, എനിക്ക് തോന്നുന്നു ആ റോണ നിങ്ങളെ അവളുടെ സ്ഥലത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് നോക്കുന്നതെന്നാ എന്ന് ടോമോ പറയുന്നു. അതെനിക്ക് നല്ലോണം അറിയാം. ഞാൻ എല്ലാ കാര്യം നല്ല രീതിക്ക് ആലോചിച്ചിട്ടേ വല്ലതും ചെയ്യാറുള്ളൂ. അല്ല, ലൈം എടുത്ത് ഞാൻ ഡയറക്റ്റ് സംസാരിച്ചു. അവന്റെ ഹ്യൂമൻ അല്ലേ? അത് ഞാൻ അവൻ എന്റെ ബ്ലഡ് കുറച്ച് കൊടുത്തായിരുന്നു. അവനിപ്പോ ഡ്രാഗൺ കൈൻഡായിട്ട് പറയുക. അവനും ഇപ്പൊ എന്റെ ഒരു ഫോളോവർ ആണ് എന്ന് ടോമോ പറയുന്നു. അവന്റെ ഹ്യൂമാനിറ്റിയാണ് നീ നശിപ്പിച്ചറിഞ്ഞല്ലേടി. അവനെ സ്ട്രോങ് ആവണമെന്നും പറഞ്ഞ് അവൻ സ്വന്തമായിട്ട് ചെയ്തത് അതൊക്കെ എന്ന് അവള് പറയുന്നു. ശരി, ഫസ്റ്റ് നമുക്ക് ആ ഓർഗനൈസേഷന്റെ കാര്യം തീരുമാനമാക്കാം. ഇവയുടെയും ഗ്ലോറിയുടെയും സേഫ്റ്റി നമുക്കിപ്പോ പ്രധാനം എന്ന് ഹീറോ പറയുന്നു. മാസ്റ്റർ, നിങ്ങൾ ശരിക്കും കൈൻഡാണ്. ഇത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് മിയ പറയുന്നു. അല്ല, ഇത് ഞാൻ തന്നെ ചെയ്യേണ്ട കാര്യമാണ് എന്ന് ഹീറോ പറയുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോ റൈറ്റിന് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. ക്വസ്റ്റിനോ നീ ഇത് എന്ത് ചെയ്തോണ്ടിരിക്കുന്നത്? ഓർഗനൈസേഷൻ എല്ലാ കൺട്രിയിലും ആളുകളുണ്ട്. അവരെങ്ങാനും ഇത് അറിയുവാണെങ്കിൽ നിന്റെ കാര്യം തീരുമാനമാവും എന്ന് അവൻ പറയുന്നു. ഓർഗനൈസേഷൻ നിന്നെ എപ്പോഴേ കൈവിട്ടു. അസാസിൻകൾ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ട്രൈ പോലും ചെയ്തിട്ടില്ല എന്ന് ഹീറോ പറയുന്നു. അതെങ്ങനെ നിനക്കറിയാം എന്ന് അവൻ ചോദിക്കുന്നു. ഞങ്ങൾ നിന്റെ അടുത്ത് ഹിപ്നോസിസ് യൂസ് ചെയ്തു. നീ തന്നെയാണ് ഇതൊക്കെ നിന്റെ വാവണ്ട് പറഞ്ഞത്. എന്തിനാണ് നീ ഈ ഹ്യൂമനോട് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നത് എന്ന് ഹീറോ അവനോട് ചോദിക്കുന്നു. ഡെമി ഹ്യൂമൻസിന് മാത്രമല്ല, ചില ഹ്യൂമൻസിന് ഗോഡ്സിന് ഇഷ്ടമല്ല. ആ ഗോഡ്സിന്റെ കുറെ മണ്ടത്തനങ്ങളാണ് കുറെ ഹ്യൂമൻസ് കുറെ കഷ്ടപ്പെടുന്നുണ്ട്. നിനക്കും ആ ഗോഡ്സിന് ഇഷ്ടമല്ലല്ലോ കുസനോവാ. ആ ഗോഡ്സ് കാരണം ഡെമി ഹ്യൂമൻസ് മാത്രം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. എന്നാൽ ഹ്യൂമൻസ് മാത്രം ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഹ്യൂമൻസിനെ ഡെമി ഹ്യൂമൻസ് ആയിട്ട് മാറ്റി അവർക്കും ആ കഷ്ടപ്പാട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചേ എന്ന് അവൻ പറയുന്നു. എന്ന് പറയും ഹ്യൂമൻസിനെ തട്ടിക്കൊണ്ടുപോയി ഇതൊക്കെ ചെയ്ത് തെറ്റല്ലേ എന്ന് ഹീറോ ചോദിക്കുന്നു. എനിക്കും ആ ഗോഡ്സിന് ഒട്ടും ഇഷ്ടമല്ലാത്തയാ. ഞാനും അവന്റെ സൈഡിലാണ് നിൽക്കേണ്ടത്. എന്നാൽ അവൻ ചെയ്തത് തെറ്റാണ്. എന്നോടൊന്നും തോന്നല്ലേ പ്രൊഫസർ റൈറ്റ് എന്ന് പറഞ്ഞ ഹീറോ അവൻ എന്തോ ചെയ്യുന്നു. പിന്നെ കാണിക്കുന്ന സ്കൂളാണ്. റെംബ്രാഞ്ചസ് ആ സ്കൂളിലോട്ട് വരുമ്പോൾ അവരെ കാണുന്ന പിള്ളേരൊക്കെ പേടിക്കുന്നു. ഈ റെംബ്രാഞ്ചസ് നേരത്തെ പോലെ അല്ലെന്നാ കേട്ടെ. എന്നാൽ ഇപ്പൊ ആ കൊസിനോവിനെ പ്രപ്പോസ് ചെയ്യുന്ന ആരാണോ അവരെ പോയി വെട്ടിക്കൊണ്ടിരിക്കുവായിരിക്കും. ചിലപ്പോൾ ഇവരാണോയിരിക്കും ആ പ്രൊഫസർ ആയിട്ട് പേടിച്ചോടിയത്. അല്ല, പുള്ളിയെക്കായിട്ട് കുറച്ചായല്ലോ, കുറച്ചാളെ കാണുന്നില്ല എന്നാ പിള്ളേർ പറയുന്നു. അല്ല ഇല്ലാങ്ക, നിനക്കെന്ത് പറ്റി എന്നവന്റെ കൂട്ടുകാർ ചോദിക്കുന്നു. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ചെറിയ പനിയാണെന്ന് തോന്നുന്നത് എന്ന് പറഞ്ഞ് അവൻ നടക്കുന്നു. ഈ സ്ട്രോങ് ആവാൻ പറ്റുന്ന മരുന്ന് എനിക്ക് ഇനിയും വേണം എന്ന് പറഞ്ഞ് അവൻ ആ മരുന്നിന് അഡിക്റ്റ് ആവുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോയുടെ സ്റ്റുഡൻസിനെയാണ്. നാളെ തൊട്ട് നമ്മുടെ വെക്കേഷൻ തുടങ്ങാൻ പോവാ. ഇന്ന് എങ്ങനെയെങ്കിലും നമ്മൾ ആ ലിസഡ്മാനെ തോപ്പിച്ചേ പറ്റൂ. നിങ്ങളുണ്ട് ഞങ്ങളോട് ചേർന്ന് ആ ലിസഡ്മാനായിട്ട് ഫൈറ്റ് ചെയ്യാനാ പോണേ. ആ ലിസഡ്മാൻ ആണെങ്കിൽ സോഡ് വരെ നല്ല രീതിക്ക് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. അതുപോലെ അയാളെ കൊണ്ട് വിൻഡ് മാജിക് വാട്ടർ മാജിക് യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇതുവരെ അയാൾ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ മൊത്തം 7 പേരുണ്ട്. ദൂരെ നിന്ന് 2 പേര് അറ്റാക്ക് ചെയ്യണം. അതുപോലെ 2 പേര് സപ്പോർട്ടും ചെയ്യണം. ഇന്ന് നമ്മൾ അവരെ തോപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞ അവർ നല്ല രീതിക്ക് പ്ലാൻ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഹീറോ ആ ലിസഡ്മാന്റെ കൂടെ വേറൊരു ലിസഡ്മാനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളുടെ പ്ലാന്റെ കാര്യമൊക്കെ തീരുമാനമായി എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് വിഷമിക്കുന്നു. 7 പേരും കൂടെ ഒരാൾക്ക് ഫൈറ്റ് ചെയ്യുന്നത് അത് ശരിയല്ല. ഒന്നെങ്കിൽ 7 പേര് 2 പേരുമായിട്ട് ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് 2 ടീമായിട്ട് ഫൈറ്റ് ചെയ്യും എന്ന് ഹീറോ പറയുന്നു. ഞങ്ങൾ സെപ്പറേറ്റ് വേറെ ടീം ആയിക്കോളാം എന്നാ പെണ്ണ് പറയുന്നു. ആദ്യത്തെ ടീം ആ ഫസ്റ്റ് ലിസാർഡിൽ നിന്ന് അടിമേടിച്ച് താഴ്ത്തി വരുന്നു. രണ്ടാമത്തെ ലിസാർഡും ബാക്കിയുള്ളവർ കാര്യം തീരുമാനമാക്കുന്നു. ഇന്നോട്ട് വെക്കേഷൻ ലീവ് സ്റ്റാർട്ട് ആവുകയാണ്. ചില പിള്ളേരൊക്കെ അക്കാഡമിയിൽ തന്നെ ഇരുന്ന് ട്രെയിനിങ് എടുത്തോണ്ടിരിക്കുകയാണ്. കൊസിനോ, എന്റെ പിള്ളേരൊന്നും വീട്ടിലോട്ട് വന്നില്ല, എന്തെങ്കിലും ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യും എന്ന് പറയാൻ റംലാൻ ഹീറോക്ക് ലെറ്റർ അയച്ചിട്ടുണ്ട്. ടീച്ചർ ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞ എല്ലാ പിള്ളേരും കൂടെ അങ്ങോട്ട് വരുന്നു. എന്ത് പറ്റി, എന്താ പ്രശ്നം എന്താ എന്ന് ഹീറോ ചോദിക്കുന്നു. ഈ വെക്കേഷൻ ഞങ്ങളെ ട്രെയിൻ ചെയ്യാൻ പറ്റുമോ? എക്സ്ട്രാ കാശ് വേണമെങ്കിൽ ഞങ്ങൾ തരാം എന്ന് അവർ പറയുന്നു. നിങ്ങൾ വീട്ടിലോട്ട് വന്നാലും പറഞ്ഞ് നിങ്ങളുടെ അച്ഛനോട് വിഷമിച്ചോണ്ടിരിക്കുക എന്ന് റംബ്രാഞ്ചസിനൊക്കെ ഹീറോ പറയുന്നു. ഞങ്ങൾ പോകാതിരിക്കുന്ന ഞങ്ങളുടെ ഇഷ്ടമല്ലേ അത് എന്ന് അവർ ചോദിക്കുന്നു. ഇതെങ്ങനെ കേൾക്കുവാണെങ്കിൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഹീറോ ആലോചിക്കുന്നു. ഷീക്ക് എനിക്ക് വല്ല ഫ്രീ ടൈം ഉണ്ടോ എന്ന് ഹീറോ ചോദിക്കുന്നു. ഒരാഴ്ച ഫ്രീ ടൈം ഉണ്ട് മാസ്റ്റർ എന്ന് അവൻ പറയുന്നു. ചേടാ നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞേ? എനിക്ക് ടൈം ഇല്ല, ഞാൻ ബിസിയാന്നല്ലോ പറയണ്ടേ എന്ന് ഹീറോ വിചാരിക്കുന്നു. ശരി ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരാഴ്ച ട്രെയിനിങ് തരാം. പിന്നെ റംബ്രാഞ്ചസസ്, നിങ്ങൾ ട്രെയിനിങ് കഴിയുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോകണം. നിങ്ങളുടെ ബോഡി മൊത്തത്തിൽ റിക്കവർ ആയിട്ടില്ല. നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ഓർത്ത് വിഷമിക്കത്തേ ഉള്ളൂ എന്ന് ഹീറോ പറയുന്നു. അതിന് അവർ സമ്മതിക്കുന്നു. ആ പ്രൊഫസർ റൈറ്റിന്റെ തീരുമാനമാക്കിയതുകൊണ്ട് ഇവയുള്ള സീസൺ ഇപ്പൊ സേഫ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾക്ക് റിവാർഡ് തരാം
എന്റെ പേര് കുറച്ച് സ്ഥലങ്ങൾ കിടപ്പുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം എന്ന് അവള് പറയുന്നു. എനിക്ക് അത്രയും വലിയ റിവാർഡൊന്നും വേണ്ട, പറ്റുവാണെങ്കിൽ എനിക്ക് നല്ലൊരു ബുക്ക് റെക്കമെൻഡ് ചെയ്യും എന്ന് ഹീറോ അവളോട് പറയുന്നു. അതുകൊണ്ട് ഈവ ഇപ്പൊ ഹീറോയ്ക്ക് വേണ്ടി നല്ലൊരു ബുക്ക് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ടീം എങ്ങനെയൊക്കെയോ ലിസർമാനെ കഷ്ടപ്പെട്ട് തോപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും നല്ല രീതിക്ക് തന്നെ ചെയ്തു, ഇനിയാണ് ഫേസ് 2 എന്ന് പറഞ്ഞ് ഷീക്ക് ആ ലിസർമാന്റെ ഫൈറ്റ് ചെയ്യാൻ പറയുന്നു. ഇപ്പൊ ലിസർമാൻ അവന്റെ മാജിക് യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ ഇത്തവണ ആ സ്റ്റുഡൻസിനൊന്നും അവന്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പോലും പറ്റുന്നില്ല. അവരെല്ലാവരും പെട്ടെന്ന് തന്നെ അടികൊണ്ട് വീഴുന്നു. ലിസർമാൻ അവരെല്ലാവരും വാട്ടർ മാജിക് യൂസ് ചെയ്ത് ഐസിൽ ഫ്രീസ് ആക്കുന്നു. പിന്നെ കളിക്കുന്ന മറ്റേ ലിസർമാന്റെ ഫൈറ്റ് ആണ്. ഈ സാമാനത്തിന്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം എന്നാ സീസർ പറയുന്നു. ഇത് കേട്ടാ ലിസർമാന്റെ ദേഷ്യം വരുന്നു. അവനെ മാത്രം എടുത്തിട്ട് അലക്കുന്നു. ഇതെങ്ങനെ പെട്ടെന്ന് ഇത്ര സ്ട്രോങ് ആയിട്ട് മാറിയേ എന്ന് പറഞ്ഞ എല്ലാ സ്റ്റുഡൻസും ഷോക്കായിട്ട് നിൽക്കുവാണ്. ആ റംബ്രാൻ സിസ്റ്റേഴ്സും ആ ലിസർമാൻ പെടുന്നു. അയ്യോ ഒന്ന് ചിരിക്കാൻ ഒരു പാവമാണ് എന്ന് പറഞ്ഞ് അവൾ കിടന്ന് കരയുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോനെയാണ്. സോറി സ്റ്റുഡൻസ്, ഇത് ഞാൻ കാരണമാണ്, നല്ല കാര്യം എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ഹീറോ പറയുന്നു. അല്ല പെട്ടെന്ന് ഇങ്ങനെ ലിസർമാന്റെ സ്ട്രെങ്ത് കൂടിയത് എന്ന് അവരെല്ലാരും ചോദിക്കുന്നു. സത്യം പറഞ്ഞാൽ അവരവരുടെ 10% പവറിലാണ് നിങ്ങളോട് ഫൈറ്റ് ചെയ്തോണ്ടിരുന്നത് എന്ന് ഹീറോ പറയുന്നു. പിന്നെന്താ അവർ പെട്ടെന്ന് പവർ കൂട്ടി ഫൈറ്റ് ചെയ്തത് എന്നാ സ്റ്റുഡൻസ് ചോദിക്കുന്നു. ഇത് ഞാൻ നിങ്ങളുടെ നേരത്തെ പറയേണ്ടായിരുന്നു. അവളുടെ പേര് ഷുവായി, അവളുടെ ഒരു പെണ്ണാണ്. ഇത് കേൾക്കുമ്പോൾ വളരെ ഷോക്കാവുന്നു. അവക്ക് നിങ്ങൾ സംസാരം ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അവൾ അങ്ങനെയത് എന്ന് ഹീറോ പറയുന്നു. സോറി മിഷുവായി, നമുക്ക് വീണ്ടും ഒരു റൗണ്ട് കൂടെ ഫൈറ്റ് ചെയ്യാം എന്ന് അവർ പറയുന്നു. ഹീറോ അവർക്ക് എല്ലാവർക്കും ഒരാഴ്ച ട്രെയിനിങ് കൊടുക്കുന്നു. എന്നിട്ട് സ്റ്റുഡൻസിനെ എല്ലാവരും നാളത്തോട്ട് വരണമെന്നും പറഞ്ഞ് വീട്ടിലോട്ട് വിടുന്നു. നീ നല്ലൊരു ഐഡിയ അന്നശിക്ക്, അവർ ഫോറസ്റ്റ് പോയി മോൺസ്റ്റേഴ്സോട്ട് ഫൈറ്റ് ചെയ്തോളൂ. അതുപോലെ ഇവർ അഡ്വഞ്ചറുകളിലും പെട്ടുപോകത്തില്ല. എന്നാലും എനിക്ക് ഇവരുടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ചെറിയ ഡൗട്ട് ഉണ്ട്. അവർക്ക് ബോഡി ഗാർഡ് ആരെങ്കിലും അയച്ചാൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. അല്ല എനിക്കൊരു ഐഡിയ കിട്ടി. ഷീക്ക് നിന്റെ പഴമുണ്ടോ എന്ന് ഹീറോ ചോദിക്കുന്നു. പഴോ, നമുക്ക് ഒപ്പിക്കാം എന്ന് ഷീക്ക് പറയുന്നു. പിന്നെ കാണിക്കുന്നത് അവരെല്ലാം കൂടെ ഫോറസ്റ്റിൽ പോയി ട്രെയിനിങ് എടുക്കുന്നതാണ്. ഇത്രയും കുറഞ്ഞ സമയത്തിന് നമ്മൾ 8 ലെവൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. കോഴ്സിനുള്ള ട്രെയിനിങ് ശരിക്കും വർക്ക് ആവുന്നുണ്ട്. മിസ്റ്റർ ഷീക്ക് എന്ന ഈ ഐഡിയക്ക് നമ്മൾ അവർക്ക് താങ്ക്സ് പറയണം എന്നാ സ്റ്റുഡൻസ് ഒക്കെ പറയുന്നു. മിസ്റ്റർ ഷീക്ക്, എനിക്ക് നിങ്ങൾ ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങളുടെ സെക്കൻഡിലേക്ക് തേർഡ് വൈഫായിട്ട് വരാൻ വേണ്ടി റെഡിയാണ് എന്നാ പെണ്ണ് വിചാരിക്കുന്നു. ഇപ്പൊ സ്റ്റുഡൻസ് ഒക്കെ ലേക്കിന്റെ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവരുടെ മുമ്പിൽ ഒരു ഡ്രാഗൺ നിൽക്കുന്ന കാണുന്നു. ഇതൊരു ലെസർ ഡ്രാഗൻ ആണ്. ലെവൽ 9 മുകളിലുള്ളവർ മാത്രം ഇതോട്ട് ഫൈറ്റ് ചെയ്യാൻ പാടുള്ള നേരിട്ടുണ്ട് എന്നാ പെണ്ണ് പറയുന്നു. നമ്മളെ ആർക്കും അത്ര ലെവലൊന്നും ഇല്ല, എങ്ങനെയാലും ഒരു കൈ നോക്കാം എന്ന് പറഞ്ഞാൽ അവരെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നാൽ പെട്ടെന്ന് ആ ഡ്രാഗൻ അതിന്റെ പവർ യൂസ് ചെയ്യുന്നു. അവർക്കാർക്കും അനങ്ങാൻ പോലും പറ്റുന്നില്ല. അവരെല്ലാം പാരലൈസ് ആയി. തീർന്നു, നമ്മളെ തീരുമാനമായി എന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ പേടിച്ച് നിൽക്കുവാണ്. പെട്ടെന്ന് അങ്ങോട്ട് ഐറിസ് വരുന്നു. എന്നിട്ട് അവളുടെ മാജിക് യൂസ് ചെയ്ത് അവരെല്ലാം രക്ഷിക്കുന്നു. ഏതെല്ലാം സ്റ്റുഡൻസ് ഏതെല്ലാം കാര്യത്തിൽ വീക്കാണെന്നും പറഞ്ഞ് എല്ലാവരും വന്ന് കളിയാക്കുന്നു. നീ എന്ന് കടയിൽ വന്നപ്പോൾ ചേഞ്ച് മാറ്റി തന്നടാ എന്ന് പറയും. ബാക്കി കാശ് വേണ്ടി കൊടുക്കുന്നു. എന്നിട്ട് അവൾ പോയി ആ ഡ്രാഗനെ അറ്റാക്ക് ചെയ്യുന്നു. ആ അറ്റാക്ക് ചെയ്ത ഡ്രാഗൻ ലേക്കിലോട്ട് വീഴുന്നു. പെട്ടെന്ന് ഐസ് യൂസ് ചെയ്ത് അവൾ ആ ഡ്രാഗനെ കൊല്ലുന്നു. നിങ്ങൾ മാസത്തിന്റെ അടുത്ത് എന്ത് ട്രെയിനിങ് ആണ് എടുത്തോണ്ടിരുന്നത് എന്ന് പറഞ്ഞ ആ ഡ്രാഗനെ അവൾ നശിപ്പിച്ചു കളയുന്നു. എന്നിട്ട് അവിടെ നിന്ന് മറഞ്ഞു പോകുന്നു. അല്ല ഇപ്പൊ ഇവിടെ വന്നിട്ട് പോയാരാ? എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ഷോക്കായിട്ടിരിക്കുന്നു. ആ സ്റ്റുഡൻസിന് ആർക്കും അറിയത്തില്ല അവരുടെ ടീച്ചർ കൊടുത്ത ഒരു പഴം കാരണമാണ് അവരുടെ ജീവൻ ചെയ്യുന്നത് എന്ന് ഹീറോ പറയുന്നു. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താ കിടക്കും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ആണെങ്കിൽ മാക്സിമം ലൈക്ക് അടിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.